ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഡിവിഷന്റെ ഈ പ്രോഗ്രാമിന് ഇന്ന് 297 ദിവസം തികയാണ്. വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണിത്. ഇന്നത്തെ മനോഹരമായ ഈ ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഫിറോസ് PT സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കരിയർ ഗൈഡ്, കോളമിസ്റ്റ്, മെന്റർ, വർക്ക്ഷോപ്പ് ഫെസിലിറ്റേറ്റർ എന്നീ നിലകളിൽ നിരവധി ആളുകളുടെ ജീവിതത്തിലെ ദിശാബോധം നൽകിയ വ്യക്തിയാണ് ഫിറോസ് സാർ. കരിയർ മേഖലയിൽ വിപുലമായി എത്തുകയും യുവജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന അദ്ദേഹം സമൂഹത്തിന്റെ മാനസിക ക്ഷേമത്തിലും മനുഷ്യരുടെ ആരോഗ്യപരമായ വളർച്ചയിലും അതീവ തൽപരനായ വ്യക്തിയാണ്. ട്രസ്റ്റ് മീ ഫസ്റ്റ് എന്ന ഇന്നത്തെ വിഷയം വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന്റെ ഈ ഒരു നിമിഷത്തിലേക്ക് നമുക്ക് കാതോർത്തിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും ഇന്നത്തെ ദിവസത്തിലേക്ക് ഹൃദയമായ സ്വാഗതം. ഡിവിഷൻ ഡയറക്ടർ ന്യൂസിയ മാഡം, കൂടെയുള്ള സീനത്ത് മാഡം, തിരശ്ശീലയ്ക്ക് പുല്ലിയുള്ള ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഫിറോസ് സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. എ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. സിജി സംഘടിപ്പിക്കുന്ന ഡിവിഷൻ സെഷനിലെ 297 ദിവസം നിങ്ങളുമായി സംസാരിക്കാൻ അവസരം കിട്ടിയത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് കാണുകയാണ്. ഇന്നത്തെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സീനത്ത് മാം, ഡിവിഷൻ ഡയറക്ടർ നുസിയ ഷൗക്കത്ത് മാം, ഇവിടെ മനോഹരമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷമീമ മാം, എല്ലാവർക്കും, പിന്നെ ഡിവിഷന്റെ മറ്റു പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ട്രസ്റ്റ് മീ ഫസ്റ്റ്, ദയവായി നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നൊരു മനുഷ്യൻ പറയേണ്ടി വരിക എന്ന് പറയുന്നത് അയാളുടെ നിസ്സഹായാവസ്ഥയുടെ ഒരു വലിയ പ്രകടനമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് ഒരു പരസ്യ കമ്പനി മനോഹരമായി കൊരുത്തെടുത്ത ചില വാക്കുകൾ മലയാളി സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രയോഗമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കുകയും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് നമുക്കൊരു സമാശ്വാസം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്. ഒരു 2 സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, നമുക്ക് സമാധാനത്തോടെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ, വിശ്വാസപൂർവ്വം നമ്മുടെ മനസ്സ് കൈമാറാൻ പറ്റിയ എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റുപാടിലും. വളരെ ചുരുക്കം ആളുകളെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെ? അങ്ങനെ ഉള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അവരുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ അവർക്കുള്ള സൗകര്യങ്ങളോ അവരുടെ വീടോ അല്ലെങ്കിൽ അവരുടെ മറ്റു സാമ്പത്തികമായ സ്ഥിതിയോ ഒന്നുമല്ല. എന്നാൽ അവർ നമുക്ക് വേണ്ടി ചെലവഴിച്ച സമയം, അവർ നമ്മോട് പാലിച്ച വിശ്വാസം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും ഞാൻ എന്ന വ്യക്തിയെ, നിങ്ങൾ എന്ന വ്യക്തിയെ ആത്മാർത്ഥമായി വിശ്വസിച്ച് കൂടെ നിന്ന്, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന, നമ്മളോട് അവരുടെ സ്വകാര്യം പങ്കുവെക്കുന്ന, നമ്മളോട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാൻ പര്യാപ്തമായ രീതിയിൽ എത്ര പേർക്ക് നമുക്ക് നമ്മെ വിശ്വാസം അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതുപോലും നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെയും അച്ഛന്റെയും കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങാടിയുടെ തിരക്കിലൂടെ നടന്നു പോവുകയാണ് ഈ 5 വയസ്സുള്ള പെൺകുട്ടിയും അവളുടെ അച്ഛനും. അങ്ങനെ പോകുന്ന സമയത്ത് അച്ഛൻ മകളോട് പറയുന്നുണ്ട്, മകളെ എൻ്റെ കൈ പിടിച്ചുകൊള്ളുക, തിരക്കിൽ ഒരുപക്ഷെ നിനക്ക് വഴി തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ പെൺകുട്ടി അച്ഛനോട് മറുപടി പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ഞാൻ അച്ഛന്റെ കൈ അല്ല പിടിക്കുക, അച്ഛൻ എൻ്റെ കൈ പിടിക്കണം. കാരണം ഒരുപക്ഷെ തിരക്കിൽപ്പെട്ട് ഞാൻ അച്ഛന്റെ കൈ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അച്ഛൻ എന്നെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു പേടിയില്ല, എനിക്ക് വിശ്വാസമാണ്. കാരണം എന്താ, അച്ഛൻ ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ നിന്ന് വിടില്ല എന്നുള്ളൊരു വിശ്വാസം. ഇതിനാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുക. ഒരു 3 വയസ്സുള്ള ഒരു മകൻ നമ്മുടെ എത്ര മുകളിൽ ഇരുത്തി നമ്മൾ താഴേക്ക് ചാടാൻ വേണ്ടി കൈ പിടിച്ചു വെച്ചാലും അവർ നമ്മുടെ കയ്യിലേക്ക് ചാടും. കാരണം എന്താ, അവന്റെ വിശ്വാസമാണ്, എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ് എന്നെ സംരക്ഷിക്കും, ഒരു കാരണവശാലും എന്നെ താഴെ വീഴാൻ അനുവദിക്കില്ല എന്നുള്ള വിശ്വാസം.
ഇങ്ങനെയുള്ള വിശ്വാസം ആർജിച്ചെടുക്കുന്ന കുറെ പേരുണ്ടാവുക നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ പറ്റിയ കുറച്ചു പേരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ വിശ്വാസത്തിൽ എടുക്കുന്ന കുറെ പേരുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ വ്യത്യസ്തമാകുന്ന ഒരു സാഹചര്യം, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കുറെ ആളുകൾ, നമ്മെ വിശ്വസിക്കാൻ പറ്റിയ കുറെ ആളുകൾ ഉണ്ടായിത്തീരുക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ തന്നെ എമ്പാടും ഉദാഹരണങ്ങളുണ്ട്. വളരെ വിശ്വാസത്തോടു കൂടി, പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നേറിയ മുന്നേറ്റങ്ങൾ, അവർ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, അവരുടെ ബിസിനസ് രംഗത്താണെങ്കിലും പേഴ്സണൽ രംഗത്താണെങ്കിലും പ്രൊഫഷണൽ രംഗത്താണെങ്കിലും കുടുംബ രംഗത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വിശ്വസിക്കുന്ന കുറെ ആളുകൾ അവരുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ. അപ്പൊ അതിനൊക്കെ വേണ്ടത് പരസ്പര വിശ്വാസത്തിലുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ട് സൈനികരുടെ കഥ വളരെ വളരെ പ്രശസ്തമായി ഉദ്ധരിക്കാറുണ്ട്. പല സംസാരങ്ങളും ഉദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്. രണ്ട് സൈനികർ, ഒരേ ബറ്റാലിയനിലുണ്ടായ രണ്ട് സൈനികരാണ്. ഈ സൈനികർ വളരെ ആത്മാർത്ഥതയോടുകൂടി സേവനത്തിന് വേണ്ടി ഇറങ്ങിയ രണ്ടുപേരാണ്. എന്നാൽ അവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, പരസ്പര വിശ്വാസമുള്ള രണ്ടാളുകളായിരുന്നു. ഈ സൈനികർ അങ്ങനെ യുദ്ധത്തിൽ പ്രവേശിച്ചു, യുദ്ധത്തിന്റെ ഭാഗമായി പോവുകയാണ്. ആ സമയത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ശത്രുക്കളുടെ ആക്രമണം വന്ന് അവരുടെ സൈന്യത്തിന് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യുദ്ധമുഖത്തു നിന്ന് പിന്മാറി അവരുടെ തട്ടകത്തിലേക്ക് പിന്മാറി പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് ഒരു ആൾക്ക്, ഒരു സൈനികന് ഒരു ശത്രുപക്ഷത്തെ ആക്രമണങ്ങളാൽ ചില പരിക്കുകൾ പറ്റിയ ഒരു സാഹചര്യം. പരിക്കുകൾ വളരെ ഗൗരവമുള്ള പരിക്കുകളാണ്. അങ്ങനെ അദ്ദേഹത്തിന് പിന്മാറാൻ സാധിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് തിരിച്ച് അദ്ദേഹത്തിന്റെ ക്യാമ്പിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം. അപ്പോഴാണ് ആദ്യത്തെ ആൾ അവിടെ പ്രയാസപ്പെടുന്നത്, മരണത്തോട് മല്ലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് രണ്ടാമത്തെ ആൾ തീർച്ചയായും എനിക്ക് അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറഞ്ഞ ഒരു നിമിഷം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കമാൻഡർ അദ്ദേഹത്തിനെ തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞ ശത്രുക്കളുടെ ആക്രമണം നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ മരണത്തോട് മല്ലിടുന്ന നിന്റെ സഹോദരനെ കാണാൻ പോകുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് നിന്റെ ജീവിതം കൂടി അത് തകർക്കുന്ന രീതിയിൽ, നിന്റെ ജീവിതം കൂടി അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് വഴി നടത്തുക. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിന് മുതിരരുത് എന്ന് രണ്ടാമത്തെ സൈനികനോട് കമാൻഡർ നിരന്തരമായി പറയുകയാണ്. പക്ഷെ അദ്ദേഹം അത് ചെവിക്കൊള്ളുന്നില്ല. അദ്ദേഹം ചെവിക്കൊള്ളാതെ ആദ്യത്തെ സൈനികനെ കാണാൻ, തന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹം പ്രയാസപ്പെട്ട്, ശത്രുക്കളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായി കൂടി അങ്ങോട്ട് പോവുകയും അങ്ങനെ അവസാനം ആ സഹോദരന്റെ അടുത്ത് എത്തിപ്പെടുകയും ചെയ്തു. ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്ത് എത്തിപ്പെടുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ സുഹൃത്ത് മരണത്തോട് മല്ലിടുന്ന ഒരു സാഹചര്യമായിരുന്നു. മരണത്തോട് മല്ലിടുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കുറച്ചു സമയം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങി യാത്ര പറഞ്ഞു. അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് അപ്പോൾ അദ്ദേഹത്തെ യാത്രയാക്കി ആദ്യത്തെ സുഹൃത്തിനെ കണ്ട് രണ്ടാമത്തെ സൈനികൻ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. രണ്ടാമത്തെ സൈനികൻ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കമാൻഡർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ ഇപ്പോ അങ്ങോട്ട് പോവേണ്ട കാര്യമില്ല, അദ്ദേഹം മരണപ്പെടാൻ പോവുകയാണ്, ഇപ്പോൾ നീ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ രണ്ടാമത്തെ സൈനികൻ കമാൻഡറോട് പറഞ്ഞു, ഞാൻ പോയപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ മരണാസന്നനായി നിൽക്കുകയായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്, എനിക്ക് വിശ്വാസമായിരുന്നു നീ വരുമെന്ന്. ഇതാണ് പരസ്പര വിശ്വാസമുണ്ടായതിന്റെ ഒരു ഒരു വ്യക്തമായ ഒരു ഉദാഹരണം. ഇങ്ങനെ പരസ്പര വിശ്വാസം നമുക്ക് പരസ്പരം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റീഫൻ ആർ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിലൊരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് സാധാരണ സംഗതിയാണ്. നമ്മുടെ സുഹൃത്തുക്കളുമായി ഒരു ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുകയും ഡെബിറ്റ് ആവുകയും ചെയ്യാം. അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവുകയും ബാലൻസ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉള്ളതുപോലെ തന്നെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ ബാലൻസ് ഉണ്ടാവുകയും ബാലൻസ് കൂടുകയും ബാലൻസ് കുറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം എനിക്കൊരു വാക്ക് തന്ന ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയെങ്കിൽ ആ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് അദ്ദേഹത്തിനോട് ദയവും പരിഗണനയും കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ അത് ക്രെഡിറ്റ് ആവുന്ന ഒരവസ്ഥയാണ്. ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തിയാൽ അതൊരു
ക്രെഡിറ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം എന്നോടൊരു കാര്യം ചോദിക്കുന്നു വാട്സാപ്പിൽ, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അക്കൗണ്ടിൽ ബാലൻസ് കുറയും. സ്വാഭാവികം എനിക്കും അദ്ദേഹവും തമ്മിലുള്ള ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം എന്റെ ഈഗോ കാരണം എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയില്ല, അല്ലെ അദ്ദേഹത്തിന് വേണ്ടത്ര കൺസിഡർ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും എന്റെ ട്രസ്റ്റ് കുറയുന്ന ഒരു സാഹചര്യം, ഞാനും അദ്ദേഹവും തമ്മിൽ ട്രസ്റ്റ് കുറയുകയും നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യുകയും അക്കൗണ്ട് കുറയുകയും ചെയ്യുകയും അക്കൗണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം ലിമിറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. ഞാൻ അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. സ്വാഭാവികം ഈ ക്രെഡിറ്റ് ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബാങ്ക് അക്കൗണ്ടായി മാറുകയും വളരെ കുറഞ്ഞ എമൗണ്ട് കുറവുള്ള ഒരു ബാങ്ക് അക്കൗണ്ടായി മാറുകയും ചെയ്യാണ്. അപ്പൊ സാധാരണ ബാങ്ക് അക്കൗണ്ടുകളെ പോലെ തന്നെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കും മറ്റൊരാൾക്കും തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ റിലേഷനിൽ, നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ, നമ്മുടെ അടുത്ത കൂട്ടുകാർ തമ്മിലും അകന്ന കൂട്ടുകാർ തമ്മിലും ഒക്കെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പാർട്ട്ണറുമായി, നമ്മുടെ പാരന്റ്സുമായി, നമ്മുടെ കൊളീഗ്സുമായി ഒക്കെ ഒരു ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആരൊക്കെ നമ്മൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ തമ്മിലുള്ള നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിന്റെ അക്കൗണ്ട് ബാലൻസ് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഈ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് റീൻഫോഴ്സ് ചെയ്യാൻ, ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കൂടുതൽ ബാലൻസ് ഉണ്ടാവാൻ വേണ്ട എഫേർട്ടുകൾ എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, ചില ആളുകളൊക്കെ പ്രോമിസസ് നൽകുന്നത് തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് തോന്നും. ചില പ്രോമിസുകൾ, ചില ആളുകളുടെ പ്രോമിസുകൾ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അത് ബ്രേക്ക് ചെയ്യാനുള്ള പ്രോമിസാണ്. അങ്ങനെ നമുക്ക് എത്ര പ്രോമിസുകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കാത്ത എത്ര പ്രോമിസുകളുണ്ട്. അത് നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഞാൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ, ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് വിശ്വാസം അർപ്പിക്കാൻ കഴിയാത്ത ഒരാളാണ് എന്ന് ഒരാളെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തെ മാത്രമല്ല, ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് എന്ന ഒരു ധാരണ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികം എന്നെ മാത്രമല്ല ബാധിക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊരു സംഘടനയെ പ്രതിദാനം ചെയ്യുകയാണെങ്കിൽ ആ സംഘടനക്കാരെ കുറിച്ചുള്ള ഒരു ഇംപ്രഷനാണ്, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരെ കുറിച്ചുള്ള ഒരു ഇംപ്രഷനായി മാറുകയാണ്, എൻ്റെ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ഇംപ്രഷനായി മാറുകയാണ്, എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഇംപ്രഷൻ ആവുകയാണ്, എൻ്റെ ഫാമിലിയെ കുറിച്ചുള്ള ഇംപ്രഷൻ ആവുകയാണ്. ആ കുടുംബക്കാർ പൊതുവെ അങ്ങനെയാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂ നിരന്തരമായി ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ആ രാജ്യക്കാർ അങ്ങനെയാണ്, ആ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് വളരുന്ന രീതിയിൽ ഒരു ട്രസ്റ്റ്, ആ അർത്ഥത്തിൽ വളരുന്ന രീതിയിൽ വലിയ ഒരു സാഹചര്യമായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കാൻ ചില സൂത്രവാക്യങ്ങൾ സ്റ്റീഫൻ ആർ കോവേയുടെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് ചില മനഃശാസ്ത്രജ്ഞന്മാർ ചില ടൂളുകൾ പറയുന്നുണ്ട്. അത് പറയുന്ന 3 പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറയുന്നത് വോൾട്ട്, ഷോർ ആൻഡ് മിറർ എന്നാണ്. വോൾട്ട് എന്താണ്? വോൾട്ട് നമുക്കറിയാം, വളരെ സുരക്ഷിതമായ ഒരു അറയാണ്, കാര്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെ? ഒരു രഹസ്യം നമ്മുടെ കയ്യിൽ എത്തിയാൽ അതിനെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ സുഹൃത്തേൽപ്പിച്ച രഹസ്യം വളരെ സുരക്ഷിതമായിരിക്കും നമ്മുടെ പക്കൽ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഏൽപ്പിച്ച അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഇപ്പൊ കൗൺസിലിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ആളുകളുടെ രഹസ്യങ്ങളുണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. ദ വോൾട്ട് എന്ന് പറയുന്ന ഒന്നാമത്തെ കാറ്റഗറി. ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വളരെ സുരക്ഷിതമായിരിക്കും, വളരെ രഹസ്യമായിരിക്കും. അയാൾ വളരെ കൃത്യമായി അത് ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമാവില്ലെന്നും അയാൾ അത് വളരെ സുരക്ഷിതമായി നിൽക്കുമെന്നും അയാളുടെ സ്വന്തം ആളുകളുടെ അടുത്ത് പോലും അത് ഷെയർ ചെയ്യുകയില്ല എന്നൊരു ട്രസ്റ്റ് നമ്മളെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ അതാണ് വോൾട്ട് എന്ന് പറയുന്ന കാറ്റഗറി. രണ്ടാമത്തത് ഷോർ. ഷോർ എന്ന് പറഞ്ഞാൽ തീരമാണ്, അല്ലെ? കടൽ തീരത്തിനാണ് ഷോർ എന്ന് പറയുക. അപ്പൊ അത് ഉറച്ചതാവുക. തിരമാലകൾ എങ്ങനെ പ്രക്ഷുബ്ധമായ തിരമാലകൾ വന്നാലും, സമാധാനപരമായ സാഹചര്യമാണെങ്കിലും കടൽ എപ്പോഴും, ഷോർ എപ്പോഴും ശാന്തമായിരിക്കും. കടലിൽ എത്രമാത്രം തിരമാലകൾ വന്നാലും കടൽ തീരം എന്ന് പറയുന്നത് ശാന്തമായി നിൽക്കും. ഇങ്ങനെ പറയുന്നത് പോലെ നമുക്ക്
എത്ര പ്രക്ഷുബ്ധാവസ്ഥയുണ്ടെങ്കിലും വളരെ ഇമോഷണലായ ബാലൻസോട് അത് നേരിടാൻ വളരെ നമ്മുടെ സുഹൃത്തിന്റെ സഹോദരന്റെ മാനസികാവസ്ഥ എന്തുമാത്രം സങ്കീർണമാണെങ്കിലും എന്തുമാത്രം പ്രക്ഷുബ്ധമാണെങ്കിലും എന്തുമാത്രം പ്രകോപനകരമാണെങ്കിലും അതിനെ സമാധാനപരമായി വളരെ സഹിഷ്ണുതയോടുകൂടി അത് കേൾക്കാനും അത് പ്രതികരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നതാണ് ഷോർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് മിറർ. മിറർ എന്നാൽ കണ്ണാടിയാണ് അല്ലെ. കണ്ണാടി എന്താണ്? നമ്മൾ എന്താണോ ഇവിടെ കൊടുക്കുന്നത് അത് വളരെ കൃത്യമായി പ്രതിഫലിക്കും എന്നാണ് കണ്ണാടിയുടെ പ്രത്യേകത. കണ്ണാടിയുടേതായ രീതിയിൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല, കണ്ണാടിയുടേതായ രീതിയിലൊന്നും കൂട്ടിച്ചേർക്കലുകളില്ല. എന്ന് പറയുന്നത് പോലെ ഒരാളുടെ മാനസികമായ അവസ്ഥയിൽ അയാളുടെ സങ്കീർണമായ സാഹചര്യങ്ങൾ, അയാളുടെ മാനസിക പ്രയാസങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ സമാധാനത്തോടു കൂടി കേൾക്കാൻ, അല്ലെങ്കിൽ അതിനെ പ്രത്യേകിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട് അത് സമാധാനപരമായി നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ട്, ഷോർ ആൻഡ് മിറർ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ട്രസ്റ്റ് അക്കൗണ്ട് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ, ട്രസ്റ്റ് അക്കൗണ്ട് വളരെ ശക്തമായി നിലനിർത്താൻ. ഈ ട്രസ്റ്റ് അക്കൗണ്ട് നല്ല രീതിയിൽ നിലനിർത്തുന്നത് വഴിയാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും സമൂഹത്തിൽ കുറെ ആളുകൾക്ക് സമാശ്വാസമാണ്, കുറെ ആളുകൾക്ക് സമാധാനം പകരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, വളരെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും സങ്കീർണമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും അവർക്കൊന്നും മനസ്സ് തുറക്കാൻ ഒരാളില്ലെന്നും അവർക്കൊരു സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാചകം പറഞ്ഞു കൊടുക്കാൻ ആളില്ലെന്നുമുള്ളത് പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഉഴലുന്ന ചില ആളുകൾക്കൊക്കെ അവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ, ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരം ഒന്ന് പുറത്തൊന്ന് തട്ടി എല്ലാം ശരിയാവും എന്ന് പറയാൻ ഒരാളില്ലാത്തതുപോലെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ട്രസ്റ്റുള്ള, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ട്രസ്റ്റുള്ള ആളുകൾ കുടുംബത്തിലെമ്പാടും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതും ഒരുപാട് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുക എന്നതിന്റെ കാലം കഴിഞ്ഞു. അധ്യാപകർ അടക്കം അവരുടെ ഒരുപാട് അറിവിന്റെ സമുദ്രമായി കുറെ അറിവുകൾ പകർന്നു കൊടുക്കേണ്ട ഒരു കാലമല്ലെന്നും അവർക്ക് എങ്ങനെ മെന്റർ ആവാനെന്നും എങ്ങനെ കുട്ടികളെ കൃത്യമായി നമുക്ക് ഗൈഡ് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ട്രസ്റ്റ് ചെയ്യാനും അവരുടെ അതിതീവ്രമായ മാനസികാവസ്ഥയിൽ, അതിതീക്ഷ്ണാവസ്ഥയിലുള്ള അവരുടെ സന്ദേഹങ്ങൾ, അവരുടെ വേവലാതികൾ, അവരുടെ അവലാതികളൊക്കെ കേൾക്കാനും അവർക്ക് വിശ്വാസപൂർവ്വം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഗൈഡായി, ഒരു മെന്ററായി അവർക്ക് മാറാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതായിരിക്കും പുതിയ കാലത്ത് നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ വളർത്തിയെടുക്കാൻ, അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള കുറെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരിക, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബത്തിലും അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടായി വരിക എന്ന് പറയുന്നത് കുറെ പേരുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിന്റെ അവസ്ഥ? പലപ്പോഴും നമ്മൾ ചില ആളുകളെ അവരെ പരിഹസിച്ചതോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്തതോ നമ്മൾ തമാശ രൂപേണ പറഞ്ഞതോ ഒക്കെ പല ആളുകൾക്കും മാനസികമായ വ്യഥ ഉണ്ടായിട്ടുണ്ടാവും, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഒരാൾ എന്നോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചോദിക്കുന്നു, ഞാനത് ഐ വിൽ കോൾ യു ലേറ്റർ, അല്ലെങ്കിൽ ഐ വിൽ കം ബാക്ക് ടു യു എന്നൊക്കെ പറഞ്ഞ് അത് ഇഗ്നോർ ചെയ്തു, അതല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചു. ഒരു പക്ഷേ അയാൾ എന്നെ ഒരു പ്രാവശ്യം കൂടി റിമൈൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിമൈൻഡ് ചെയ്താൽ ഞാനിപ്പോൾ ആൻസർ കൊടുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു വിഡ്രോവൽ നടന്നു അല്ലെ. ഇയാള് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളല്ല, നമുക്ക് വേണ്ടത്ര റെസ്പെക്ട് തരുന്ന ആളല്ല എന്നൊരു ഒരു ഒരു സംഭവമുണ്ട്. പലപ്പോഴും ചില ആളുകളൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ കോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുക.
അങ്ങനെ ഒരു വിളി ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിന് പല രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടേതായ ഒരു എഫേർട്ട് നമുക്ക് അതിന് എടുക്കേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയും അതല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളുമായി നമുക്കൊന്ന് ഒന്ന് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുകയും എത്രമാത്രം ട്രസ്റ്റാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ട, ഒരു ട്രസ്റ്റ് ഓഡിറ്റിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ വളരെ ഗുണപരമായി പരിവർത്തിപ്പിച്ചെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെ പരസ്പര വിശ്വാസമുള്ള അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെ നമ്മുടെ ഫ്രട്ടേണിറ്റിയിൽ, നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലൊക്കെ ടീൻസ് ആയി വിദ്യാഭ്യാസ രംഗത്ത് പ്രവേശിക്കുന്ന കുട്ടികളാണെങ്കിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ പരിഹരിച്ച് അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് നമ്മളെന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ എവറസ്റ്റ് കീഴടക്കിയ രണ്ട് ആളുകളുണ്ട്. ആരാണ്? ഹിലാരിയും ടെൻസിങ്ങും. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് ഹിലാരിയും ടെൻസിങ്ങും ഒക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്നാണ്. അവര് ചെറുപ്പകാലം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന രണ്ടാളുകളായിരുന്നു ഹിലാരിയും ടെൻസിങ്ങും. എന്നാൽ കുറെ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഹിലാരിയും ടെൻസിങ്ങും രണ്ട് രാജ്യത്ത് വന്ന ആളുകളാണ്. ഹിലാരി ന്യൂസിലാൻഡുകാരനാണ്, ടെൻസിങ് നേപ്പാളുകാരനാണ്. അത് എത്ര എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഹിലാരിയും ടെൻസിങ്ങും ആണ് എവറസ്റ്റ് കീഴടക്കിയത്. ഹിലാരിയാണോ ടെൻസിങ് ആണോ എവറസ്റ്റ് ആദ്യം കീഴടക്കിയത് എന്നതിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ന്യൂസിലാൻഡും പടിഞ്ഞാറൻ രാജ്യങ്ങൾ അതിന്റെ ഒരു മേധാവിത്വം അവകാശപ്പെടാൻ വേണ്ടി ഹിലാരിയാണ് ആദ്യം കീഴടക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അവര് നിഷേധിക്കുകയാണ് ചെയ്തത്. തുടക്കത്തിൽ അത് നിഷേധിച്ചു. ഹിലാരിയും ടെൻസിങ്ങും അത് നിഷേധിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ് ആ യാത്ര നടത്തിയെന്നാണ്. എന്നാൽ ആ യാത്രക്ക് പിന്നിൽ വളരെ 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 തീവ്രമായ വളരെ വൈകാരികമായ ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിലാരിയും ടെൻസിങ്ങും എവറസ്റ്റ് കീഴടക്കാനായി മുന്നോട്ട് പോയി അവസാനം എവറസ്റ്റിന് അടുത്ത് എത്തിയ ഒരു സാഹചര്യത്തിൽ ഹിലാരി ഒരു മഞ്ഞുമലയിൽ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരു കിടങ്ങിനടുത്തേക്ക് വീഴുകയാണ്. ആ കിടങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വളരെ വളരെ ഒരു ദുർഗഹമായ ഒരു കിടങ്ങിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അദ്ദേഹം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ടെൻസിങ് മുന്നോട്ട് വരുന്നത്. ടെൻസിങ് ഒരു വലിയ ആക്സ് എടുത്ത് മഞ്ഞുമലയിൽ കുത്തി ഒരു കയറിട്ട് ഹിലാരിക്ക് കൊടുക്കുകയാണ്. ഹിലാരി അത് പിടിച്ച് വളരെ വളരെ ദുർഘടമായ ആ സാഹചര്യത്തിൽ നിന്ന് കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുതലക്കൽ പിടിക്കുന്നത് ടെൻസിങ് എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ഈ ടെൻസിങ് അപ്പോൾ പിടിക്കുമ്പം വളരെ അദ്ദേഹത്തിന് അറിയാം തന്റെ ജീവൻ സമർപ്പിച്ചും ടെൻസിങ്ങിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തന്റെ ജീവൻ സമർപ്പിച്ചും ഈ ടെൻസിങ് തന്റെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കീഴടക്കുക എന്ന വലിയ ദൗത്യം മുന്നോട്ട് പോകുന്ന ഹിലാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആ മഞ്ഞുമല കടക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. തന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയും ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം കയറിട്ട് കൊടുക്കുകയാണ്. ഈ കയറ് പിടിച്ചു വലിച്ച് ഒരു തലക്കൽ ടെൻസിങ് പിടിക്കുന്നു, മറുതലക്കൽ ഹിലാരി ആ ദുർഘടമായ ആ കടമ്പ കടന്ന് മുന്നോട്ട് വന്ന് ആ അങ്ങനെ മുന്നോട്ട് വന്നിട്ടാണ് അവർ രണ്ടുപേരും കൂടിയാണ് എവറസ്റ്റ് കീഴടക്കാനായി പോകുന്നത്. എവറസ്റ്റ് കീഴടക്കി വന്നതിന് ശേഷം കുറെ കാലം മാധ്യമങ്ങളിൽ വലിയ വാർത്തയുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ രാജ്യക്കാരനാണ് ആദ്യം കീഴടക്കിയതെന്ന് ന്യൂസിലാൻഡുകാരും ഇംഗ്ലണ്ടുകാരും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് അങ്ങനെയല്ല, അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരു കളക്റ്റീവ് അച്ചീവ്മെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ അവര് അങ്ങനെയാണ് പറഞ്ഞത്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ടെൻസിങ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പറയുന്നത്. അത് ഹിലാരി ആയിരുന്നു ഒരിത്തിരി മുന്നിൽ പോയത്, അതിനുശേഷമാണ് ഞാൻ പിന്നിൽ പോയത്. പക്ഷെ അത് ഹിലാരി ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹിലാരി അല്ല അത് പറഞ്ഞത്, അത് ടെൻസിങ് ആണ് പറഞ്ഞത്, ഞാനല്ല, ഹിലാരി ആയിരുന്നു അത് ചെയ്തത്. അത് അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ ഒരു വലിയ ഇഴയടപ്പമായിരുന്നത് കാണുന്നത്. അങ്ങനെ പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവർക്കുണ്ടാകുന്ന പരസ്പര വിശ്വാസത്തോടെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നവർക്കുള്ള ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനത്തിന്റെ പേരാണ് സിനർജി എന്ന് പറയുന്നത്. സിനർജി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ടീമിന്റെ ഭാഗമാണ്. ഒരു പരസ്പര വിശ്വാസത്തിലുള്ള ഒരു ടീം അംഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു സിനർജി ഉണ്ട്. സിനർജി നമുക്കറിയാം, എനർജിയും സിനർജിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം രണ്ടാളുകൾക്ക് 10 കഴിവുകൾ വീതം ഉണ്ട് എന്ന് വിചാരിക്കാം.
രണ്ടാളുകൾക്ക് 10 കഴിവുകൾ വീതമുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ ഉണ്ടാകുന്ന കഴിവുകൾ എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് 10+10 അല്ല, 10x10, 10:10 ഒക്കെയാണ്. 10 എന്ന് വെച്ചാൽ 100 1000 മടങ്ങായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. അതിനെന്താ വേണ്ടത്? സിനർജി ഉണ്ടാവുക. സിനർജി ഉണ്ടാവണമെങ്കിൽ പരസ്പര വിശ്വാസമുള്ള ഒരു ടീം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാളുടെ ടീമാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് രണ്ടുപേരുടെ, അല്ലെ, പാർട്ട്ണർ അടക്കം രണ്ടുപേരുടെ ടീമാണ്. അതല്ലെങ്കിൽ കുറെ പേരടങ്ങുന്ന ഒരു ടീം, നമുക്ക് കൂട്ടുകുടുംബം, കുറെ സുഹൃത്തുക്കൾ അടങ്ങുന്ന ടീമുണ്ട്, ജോലി സ്ഥലത്ത് അങ്ങനെ ടീമുണ്ട്. ആ ടീമിനൊക്കെ നയിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. ഇങ്ങനെ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ, ലീഡ് ചെയ്യാൻ എനിക്ക് ഡിവിഷൻ പാർട്ടിസിപ്പന്റ് എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും നമുക്കുണ്ടാകുന്ന വലിയ ടേക്ക് അവേ. അതിന് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വാക്ക് പാലിക്കാനാവുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്ക് നൽകുന്നത് വാക്ക് പാലിക്കാൻ വേണ്ടിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവുക. പരസ്പരം ദയയും പരിഗണനയും കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ അപ്പുറം കേൾവിക്കാരനാവുക, നല്ലൊരു ലിസണർ ആവുക, ആക്റ്റീവായി ലിസണർ ആവുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചെയ്യാൻ കഴിയുന്ന, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ദൗത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് പ്രോമിസസ് ബ്രേക്ക് ചെയ്യുന്നവരെ, അനാവശ്യമായി ഈഗോ കാണിക്കുന്നവരുടെ, നമ്മുടെ ഈഗോ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ പോലും അറിയാത്ത വിധത്തിലാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ഈഗോ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയോ, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ ഇടയിൽ നമുക്ക് ഈഗോ ഇല്ലാതെ വളരെ ഇമോഷണൽ ബാലൻസോട് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ, അവരെ കുറിച്ച് പരദൂഷണം പറയുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരാളുടെ അസാന്നിധ്യത്തിൽ മറ്റൊരാളോട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമായും ഒരല്പം വിവേകമുള്ള ആളാണെങ്കിൽ മനസ്സിലാക്കും, ഇവൻ ഞാനില്ലാത്തപ്പം എന്നെക്കുറിച്ചും പറയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ഇവൾ ഞാനില്ലാത്തപ്പോഴും എന്നെക്കുറിച്ചും പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ചാണ് അവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ബാക്ക് ബൈറ്റ് ചെയ്യുന്ന, പരദൂഷണം പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ പ്രോമിസസ് കീപ്പ് ചെയ്യാത്ത ആളുകൾ, ഈഗോയിസ്റ്റിക് ആയ ആളുകൾ, അവഗണിക്കുന്ന ആളുകൾ, തൻ്റെ ഗ്രേഡിൽ ഇല്ലാത്ത ആളുകളാണെങ്കിലോ, അല്ലെങ്കിൽ അല്പം സൊസൈറ്റിയിൽ എൻ്റെ അത്ര നിലയും വിലയും ഇല്ലാത്ത ആളാണെങ്കിൽ അവരെ അവഗണിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേര് പറഞ്ഞ് അവഗണിക്കുക, അതൊക്കെ ട്രസ്റ്റ് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ട ബോധപൂർവമായ എഫേർട്ടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. വോൾട്ട്, ഷോർ ആൻഡ് മിറർ. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായി, സഹോദരങ്ങളുമായി നമുക്ക് ഇടപെടുന്ന സമയത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത് ഇടപെടുന്ന ആളുടെ സമയത്താണെങ്കിൽ നമുക്കൊരു വോൾട്ടായി, ഒരു സുരക്ഷിതമായ അറയായി അവരുടെ സ്വകാര്യം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ ഷോർ എന്ന് പറയുന്ന വളരെ കടൽ തീരം പോലെ ഉറച്ച സ്വഭാവമുള്ള ആളുകളായി മാറുക. അതല്ലെങ്കിൽ മിറർ, അവരുടെ വിഷയങ്ങൾ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന, നമ്മുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കാതെ അവരോട് പറയാനുള്ളത് കൃത്യമായി കേൾക്കാനും, അവർ നല്ലൊരു ലിസണറായി മാറാനും നമുക്ക് സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സിനർജിയോടുകൂടി വലിയൊരു ടീമിനെ വളർത്തി കൊണ്ടുവരാൻ നമുക്ക് ലീഡ് ചെയ്യാൻ കഴിയും. പരസ്പരം ട്രസ്റ്റ് നമുക്ക് ഒരു ക്വാളിറ്റിയായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന, എൻ്റെ സംസാരം കേൾക്കാൻ തയ്യാറായി വന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഡിവിഷൻ ടീമിന്, പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച മുനീറ മാമിനോടും, അതുപോലെ ഈ ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാം, മറ്റു ടീം ഇൻചാർജ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഒരു നല്ലൊരു പ്രഭാതത്തിന്റെ തുടക്കമായിരുന്നു ഇന്ന്. ബന്ധങ്ങളെ നിലനിർത്തുന്നത് വാക്കുകളല്ല, വിശ്വാസമാണ്. വിശ്വാസം ഒരു നിമിഷത്തിൽ ലഭിക്കുന്ന സമ്മാനമല്ല, ഓരോ ദിവസവും സമ്പാദിച്ചെടുക്കേണ്ട ഒരു സമ്പാദ്യമാണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എല്ലാ ദിവസവും നടത്തി വരുന്ന ഡിവിഷനിലെ ഇന്നത്തെ വിഷയം ട്രസ്റ്റ് മീ ഫസ്റ്റ് എന്ന വിഷയത്തെ അതിമനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ, ഒരു രൂപകത്തിലൂടെ വിശ്വാസത്തെ ഒരു ബാങ്ക് അക്കൗണ്ടായി നമ്മുടെ മനസ്സുകളിൽ നിക്ഷേപിച്ച നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഫിറോസ് സാറിന് ഡിവിഷന്റെ കുടുംബത്തിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് വളരുന്നത് ചെറിയ ചെറിയ നിക്ഷേപങ്ങളിലൂടെ ആണെങ്കിൽ, ഒരു ട്രസ്റ്റ് അക്കൗണ്ട് വളരുന്നത് സത്യസന്ധതയുടെയും വാക്ക് പാലിക്കലുടെയും കരുതലിലൂടെയും അനുഭവം പങ്കുവെക്കുന്നതിലൂടെയാണെന്ന്
സർ നമ്മെ ഓർമ്മിപ്പിച്ചു. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന വാൾ, ഷോർ, മിറർ എന്ന 3 രൂപകങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സുരക്ഷിതമായ ഒരു മതിലായോ, പ്രതീക്ഷയുടെ ഒരു തീരമായോ, ആത്മാർത്ഥതയുടെ ഒരു കണ്ണാടിയായും എങ്ങനെ മാറാമെന്ന് ചിന്തിപ്പിച്ചു. സ്റ്റീവൻ കോവിയുടെ മറ്റൊരു മനോഹരമായ വാക്യം ഓർമ്മ വരുന്നു. ട്രസ്റ്റ് ഈസ് ദ ഗ്ലൂ ഓഫ് ലൈഫ്. അതെ, വിശ്വാസമാണ് ജീവിതത്തെ ചേർത്ത് നിർത്തുന്ന പശ. ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് ദ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഹോൾഡ്സ് ഓൾ റിലേഷൻഷിപ്സ്. എല്ലാ ബന്ധങ്ങളെയും താങ്ങി നിർത്തുന്ന അടിത്തറ കൂടിയാണ് വിശ്വാസം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മോടൊപ്പം ഒത്തുചേർന്ന എല്ലാ പങ്കാളികൾക്കും ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി, ഇത്രയും കൃത്യനിഷ്ഠതയോടെ കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഡയറക്ടർ ന്യൂസിയ മാമിനും, എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഷമീമ മാമിനും, ടീം ഇൻചാർജിലുള്ള ബാക്കി എല്ലാ ഡിവിഷൻ ടീമിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു പ്രഭാതം നേരുകയാണ്. നിർത്തുമ്പോൾ, അടുത്ത ദിവസത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വാക്യം കൂടി. കവി കൂരിപ്പുഴ ശ്രീകുമാറിന്റെ വരികൾ. കൈകോർക്കാൻ ഒരു കൈയുണ്ടാവുക, തളരുമ്പോൾ താങ്ങാൻ ഒരു തോളുണ്ടാവുക, അതാണ് ജീവിതത്തിന്റെ സമ്പത്ത്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.